ആരെന്നറിയുമോ? മഹ്ദി നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയായ അറിയുമോ മോളെ? നിനക്ക് സമയമില്ലല്ലോ. നഫീസത്തുമാല വായിക്കാൻ എവിടെയാ സമയം? അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ സമയമില്ലല്ലോ. നഫീസത്തുൽ മിസ്രിയ ആരെന്നറിയുമോ? നിന്നെ പോലെ വികാരമുള്ളവളാ. ഒരു ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് സൂറത്തുൽ തകാസുർ ഓതിയിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ബോധം കെട്ട് വീണു പോവുകയാ. നരകത്തെക്കുറിച്ച് ഖബറിനെക്കുറിച്ച് കേട്ടപ്പോ ബോധം കെട്ട് വീഴുകയാ. എന്നിട്ട് തനിക്ക് ബോധം വന്നപ്പോൾ എന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. എന്റെ കുടിലകത്തേക്ക് കിടന്നു ചെന്നിട്ട് വീടിന്റെ മൂലയിൽ പോയി മണ്ണ് കുടിക്കുന്ന ആയുധം എടുക്കുകയാണ്. അന്നുവരെ നിസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്തേക്ക് കിടന്നു ചെന്നിട്ട് മുസല്ലയെടുത്തിങ്ങോട്ട് മാറ്റുകയാ. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ആരുമറിയാതെ പാതിരാത്രിയിൽ വിളക്കെടുത്ത് വെച്ചിട്ട് എന്റെ വീടിനകത്ത് കബറ് കുഴിച്ചു പോലെ ഒരു പെണ്ണ് പാതിരാത്രിയിൽ ആരുമറിയാതെ എന്റെ വീടിനകത്ത് കബറ് കുഴിക്കുകയാ. നിനക്ക് സന്തോഷമുണ്ടോ? കബറ് കുഴിക്കാൻ നിന്നെ കൊണ്ട് കഴിയുമോ? കബറിനടുക്കൽ പോകാൻ നിന്നെ കൊണ്ട് കഴിയുമോ? കബറെന്ന് കേട്ടാൽ നിനക്ക് പേടിയാണല്ലോ. പള്ളിക്കാരെന്ന് കേട്ടാൽ നിനക്ക് പേടിയാണല്ലോ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ആരുമറിയാതെ പാതിരാത്രിയിൽ നിശബ്ദതയിൽ തന്റെ വീടിനകത്ത് കബറ് കുഴിക്കുകയാ. കാരണം കബറല്ലേ, കളിക്കേണ്ടതല്ലോ, തമാശയല്ലല്ലോ. എല്ലാരും കരഞ്ഞത് കബറ് കണ്ടല്ലേ, എല്ലാരും കരഞ്ഞത് കബറ് കണ്ടല്ലേ. ഉസ്മാനിതങ്ങൾ ഇതിന്റെ ജീവിതത്തിലേക്ക് കൂടുതൽ കരഞ്ഞത് കബറ് കണ്ടല്ലേ. കബറിന്റെ മുന്നിൽ നിന്ന് ചിരിക്കാൻ പാടില്ലല്ലോ. കബറിന്റെ മുന്നിൽ നിന്ന് ചിരിക്കുന്നവർ നാളെ പരലോകത്ത് പന്നിയുടെ കോലത്തിലാ വരുന്നത്. അവന്റെ തല പട്ടിയുടെ തല പോലെയാണെന്ന് പ്രവാചകനെ പരിചയപ്പെടുത്തിയ ആ കബറിനടുക്കൽ നിന്ന് ചിരിക്കാൻ പാടില്ല. എല്ലാരും കരഞ്ഞത് കബറ് കണ്ടാൽ. കബറെന്ന് കേട്ടാൽ ദർശനം ഞെട്ടേണ്ടതാ. കണ്ടാലുടങ്ങ വിട്ടുണി കരയേണ്ടതാ. മേടയ്ക്കു പകരം ആളമാ സുബ്ഹാനല്ലാ. റബ്ബിയതിൽ കിടക്കേണ്ടതാ തന്റെ കണ്ണുകൾ നിറഞ്ഞ താടിരോമത്തിലൂടെ കണ്ണിനീര് ഭൂമിയിലേക്ക് ഇറ്റ് വീണത് കബറ് കണ്ടപ്പോഴാ കണ്ടേ. ആരുമറിയാതെ പാതിരാത്രിയിൽ എന്നെ പോലെ ഒരു ചെറുപ്പക്കാരിയായ സൗന്ദര്യമുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല ആരുമറിയാതെ വീടിനകത്ത് കബറ് കുടിക്കുകയാ. ഓരോ അടി ഇങ്ങനെ കുടിക്കുമ്പോഴും ഓരോ അടി ഇങ്ങനെ കുടിക്കുമ്പോഴും കണ്ണു നിറയുകയാ. കബറിനകത്ത് മണ്ണ് മുഴുവനും കണ്ണുനീർ കൊണ്ട് നിറയുകയാ. അല്ലാഹുവേ, എന്നെ ഇതിനകത്ത് കൊണ്ടുവെക്കുമല്ലോ അല്ലോ, എന്നെ കബറിലടിക്കുമല്ലോ അല്ലോ. ഇതിനകത്ത് പാമ്പുകളുണ്ടല്ലോ, ഇതിനകത്ത് തേളുകളുണ്ടല്ലോ. എന്റെ ശരീരം പുഴുക്കുമല്ലോ, എന്റെ ശരീരം പുഴുനിറ്റുമല്ലോ. എന്റെ ഈ കബറിനകത്ത് ആരാളുള്ളത്? അതാ കബറിനകത്തിരുന്ന് കരയുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുന്നതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം പിന്നതിൽ. കാർഡില്ല റേസർ വേണ്ട പോലതിലുണ്ട്. ക്യൂസിസ്റ്റമില്ല എല്ലലാണത് കൊണ്ട്. നഫീസത്തുൽ മിസ്രിയ കരയുകയാ. കണ്ണീര് വീട് വീട് കബറ് മുഴുവനും നനയുകയാണ്. എല്ലാ ദിവസവും നോമ്പുകാരിയാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആരുമറിയാതെ പാതിരാത്രിയിൽ തന്റെ വീടിനകത്ത് കബറ് പിടിക്കുകയാ. കബറിന്റെ പണി പൂർത്തിയാകുമ്പോ വീടിന്റെ വെളിയിൽ പോയി ഉറവെടുത്തിട്ട് വീടിനകത്തേക്ക് കടന്നു വരികയാ. ഒരു കൈകൊണ്ട് മുസല്ല കിടക്കുകയാ. വീടിനകത്തിരിക്കുന്ന വിളക്കിന്റെ പ്രകാശം താഴ്ത്തിവെക്കുകയാണ്. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാ. കബറിനകത്തേക്ക് ഇറങ്ങിയിട്ട് മുസല്ല വിരിച്ചിട്ട് നിസ്കരിക്കുകയാ. എന്റെ പെണ്ണ്, നിനക്കത് മനസ്സിലാകില്ലടി. ഇന്ന് നീ ചിന്തിക്കും, എങ്ങനെ കബറിനകത്ത് നിന്ന് നിസ്കരിച്ചോ? ഇവിടെ എങ്ങോട്ടാ ഓടെ? നീ സീരിയലല്ലേ കണ്ടിട്ടുള്ളൂ, സീരിയൽ അഭിനയിക്കുന്നതല്ലേ കണ്ടിട്ടുണ്ടോ? യഥാർത്ഥ ജീവിതം നിനക്കറിയുമോ? മഹാന്മാരാരെന്നറിയുമോ? അതിമാരാരെന്നറിയുമോ? കലാമത്തെന്നറിയുമോ? തലമുറയ്ക്കാതെ സിയാവിന്റെ പൊലിക്കമുകളിൽ ശരീരം മുഴുവനും തുറന്നിട്ടുകൊണ്ട് അഹങ്കാരികളെ പോലെ ചാനിന്റെ പിന്നിൽ നടക്കുന്നതുണ്ട്. നിനക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് ചാനലിൽ കയറി നാമില്ലാതെ വിളിച്ചു പറയുന്ന
വൃത്തികെട്ട പെണ്ണ് കബറിനകത്തിരുന്ന് ഖുർആൻ ഓതുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വസന്ത എടുത്തുകൊണ്ട് കബറിനകത്തിറങ്ങിയിരുന്നിട്ട് നിസ്കരിക്കാൻ തുടങ്ങുകയാ. എത്ര റക്അത്താ നിസ്കരിച്ചതെന്നറിയുമോ? 10,000 റക്അത്തോളം സ്വന്തം കൈകൊണ്ട് കുടിച്ച കബറിനകത്തിറങ്ങിയിരുന്ന് നിസ്കരിക്കുകയാ. എന്നിട്ട് തീരുന്നുണ്ടോ? നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ എടുക്കുകയാ. വീടിന്റെ അലമാരിയിലെ ജീവിയുടെ അടിയിലെ പൊടിയടിച്ചിരിക്കുന്ന നിന്റെ വീട്ടിലിരിക്കുന്ന ഖുർആൻ ഉണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് മിസ്രിക്കുന്ന ചെറുപ്പക്കാരിയായ ചെറുപ്പുള്ള വികാരവിധാനമുള്ള മിസ്രിക്കുന്ന പെങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ എടുക്കുകയാ. എന്നിട്ട് കബറിനകത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ തുടങ്ങുകയാ. എത്ര പ്രാവശ്യമാ ഓതി തീർത്തതെന്നറിയുമോ? കബറിനകത്തിറങ്ങിയിരുന്നിട്ട് അതാ സൂറത്തുൽ ബഖറ മുതല് മിനൽ ജിന്നത്തി വന്നാസ് ഓതി തീർത്തത് എത്ര പ്രാവശ്യമെന്നറിയുമോ? 6,000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർത്ത പെങ്ങളെ ഒരിക്കൽ ഓതിയിട്ടുണ്ടോ? നിന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും നീ ഖുർആൻ ഓതിയിട്ടുണ്ടോ? എന്ത് പറ്റിപോലെ, എന്ത് പറ്റി പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാല് നടത്തുന്നത് നല്ലതാ, വാല് കേൾക്കുന്നത് നല്ലതാ. ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഈ വാലുകൊണ്ട് എന്ത് നേടി ചെറുപ്പക്കാരാ? എന്റെ പൊന്നുപോലെ അല്ലാഹുവിന്റെ ഖുർആനിലെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഓതി തീർത്തിട്ടുണ്ടോ? കബറിനകത്തിരുന്ന് 6,000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതുകയാണ്. ഓതിക്കഴിയുമ്പോ രോഗം പിടിച്ചിട്ട് രാത്രിയിൽ ഉറക്കമില്ല, എല്ലാ ദിവസവും നോമ്പുകാരിയാ. എന്റെ വീടിനകത്ത് കിടക്കുമ്പോ എന്റെ കുടുംബക്കാര് കടന്നു വരികയാ. അവിടുന്ന് പറയുന്നു, മോളെ നബീസ, എന്തിനാ പട്ടിണി കിടക്കുന്നത്? എല്ലാ ദിവസവും എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ഉറക്കവടിയുന്നത്? നിനക്കൊന്ന് ഭക്ഷണം കഴിച്ചുകൂടെ? നിനക്കൊന്ന് രാത്രിയിൽ ഉറങ്ങിക്കൂടെ? ഇല്ലെങ്കിൽ നബീസ, നീ മരിച്ചുപോകും നബീസ. തന്റെ കുടുംബക്കാരി വന്ന് മരണത്തെക്കുറിച്ച് പറയുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ കുടുംബക്കാരോട് പറഞ്ഞ വാക്കെന്നറിയുമോ? 30 കൊല്ലമായി പടച്ചവരോട് ഞാൻ ചെയ്യുന്നതെന്തെന്നറിയുമോ? ഒരു പെണ്ണ് പടച്ചവരോട് 30 കൊല്ലം ചോദിച്ചതെന്തെന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്ന ദിവസം എന്നെ ഒരു നോമ്പുകാരിയാക്കണേ അല്ലാഹ്. ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ മോഹമാ ഈ പാതിരാത്രിയിൽ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട പെണ്ണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്കിലും വീണിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ 30 കൊല്ലത്തെ ഭോഗമാ. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാകണം രണ്ടാമത്തെ ആഗ്രഹമുണ്ടാ? അല്ലാഹുവേ, ഖുർആനോടി വരിപ്പിക്കണേ അല്ലാഹ്, നിന്റെ ഖുർആനോടി വരിപ്പിക്കണേ അല്ലാഹ്. കുടുംബക്കാര് മടങ്ങിപ്പോവുകയാണ്. രോഗം പിടിച്ചിട്ട് സക്കറാത്തിന്റെ അവസ്ഥയില് മരണമെടുത്തപ്പോ വീടിന്റെ വെളിയിൽ പോയി മയ്യത്ത് കുളിക്കുകയാ. മയ്യത്ത് കുളിച്ചിട്ട് വീടിനകത്തേക്ക് കയറി വന്നു കഫൻ തുണിയെടുത്ത് ധരിക്കുകയാ. സ്വന്തം കൈകൊണ്ട് കുളിച്ചിട്ട് കബറിന്റെ ഓരത്തേക്ക് കടന്നു ചെന്നിട്ട് ഇസ്രായേലിനെ കാത്തു കിടക്കുകയാ, മരണം കാത്തു കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ചിരിക്കുന്ന മുഖത്തോടെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. അന്നത്തെ ദിവസം നോമ്പുകാരിയാ, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം കബറിനകത്തിരുന്ന് ദുആ ചെയ്ത് വാങ്ങിച്ചതാ. മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. റൂഹ് പിടിക്കാൻ തുടങ്ങുകയാ.
അസ്റായീൽ വന്നു. മലക്കുകളെ തള്ളവരിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ നബീസത്തിൽ മസീഹ് റളിയല്ലാഹു തആല കരയുകയാ. കണ്ണങ്ങോട്ട് നിറയുമ്പോ അതാ അസ്റായീൽ ചോദിക്കുകയാണ്. യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية ادخلي في عبادي وادخلي جنتي. ഇസ്രായേൽ ചോദിക്കുന്ന നബീസ, മോളെ നബീസ, എന്തിനാ കരയുന്നത്? എന്തിനാ വേദനിക്കുന്നത്? എന്തിനാ ദുഃഖിക്കുന്നത്? നോക്കി നബീസ, നിന്റെ റൂഹിനെ കൊണ്ടുപോകാൻ ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടുണ്ട്. മലക്കുകളെ ചിക്കും തിരക്കുവാൻ. അതുകൊണ്ട് കരയല്ലേ. ربك راضية مرضية فادخلي في عبادي وادخلي جنتي. മലക്കുകൾ സ്വാഗതമരുളുകയാ, മലക്കുകൾ സന്തോഷപ്പെടുത്തുകയാ. റൂഹിങ്ങനെ പിടിച്ചു വരുമ്പോ മനസ്സിൽ 30 കൊല്ലം ദുആ ചെയ്തതാണ്. അല്ലാഹുവേ, നിന്റെ ഖുർആൻ ഓതി മരിപ്പിക്കണേ അല്ലാഹ്.